വെൽക്കം ബാക്ക് ടു അനിമാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കായ ബജിയാണ്. നമ്മൾ വായക്ക ബജി എന്നൊക്കെ പറയും. നമുക്കിതെങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ഇവിടെ 2 വായക്കയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മാവ് ഉണ്ടാക്കണം. അതിന് ഞാനിവിടെ ഒരു ബോൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1/2 കപ്പിൻ്റെ 1 സ്പൂൺ കടലമാവും അതുപോലെ തന്നെ 1/2 കപ്പിൻ്റെ 1 സ്പൂൺ മൈദയാണ് ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ മൈദയും കടലമാവും സെയിം ക്വാണ്ടിറ്റിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഫൈനലി ചോപ്പ് ചെയ്തിട്ടുള്ള മല്ലിയിലയും കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ ആ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കുക. ഞാനിവിടെ 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഇത്തിരി ഒഴിച്ച് ആ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കുക. ആദ്യം തന്നെ ഡയറക്റ്റ്ലി നമ്മൾ ആ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഇത്തിരി ഒഴിച്ചിട്ട് നമ്മൾ ആ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കുക. ഇതിലേക്ക് ഒരു പിഞ്ച് സോഡ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ മാവ് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ നമ്മൾ ബജിക്കുള്ള മാവ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ വളരെ തിൻ സ്ലൈസസ് ആക്കിയിട്ടുള്ള വാഴക്ക കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് അതൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം. നമുക്ക് ഇത് വെള്ളമൊക്കെ ഊറ്റിയിട്ട് മാറ്റി വെക്കാം. നമ്മളങ്ങനെ വാഴക്ക തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി സ്റ്റവിൽ വെച്ച് കൊടുക്കാം. നല്ലപോലെ ചൂടായാലും നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലും നല്ലപോലെ ചൂടായാലും നമ്മൾ ഈ ഓരോ വാഴക്കെടുത്ത് മാവിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ആ സൈഡൊന്ന് ക്രിസ്പി ആകുമ്പോൾ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വാഴക്ക ബജി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്.
നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടതിനാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.